ഹലോ, നിങ്ങൾ എന്തെങ്കിലും ഡിപ്രഷൻ മൂഡിൽ എത്തിയിട്ടുണ്ടോ? ഡിപ്രഷൻ മൂഡിലെത്തിയവരെല്ലാം വികാര ജീവികളാണ്. നമ്മൾ വികാരത്തിന് അടിമപ്പെട്ടു പോകുന്നതാണ്. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്നാ ഓർക്കും, എനിക്കെന്നാ ഇങ്ങനെ വന്ന്, ഞാനെന്തുകൊണ്ട് അങ്ങനെ വന്നു, ഇങ്ങനെയെല്ലാം ചിന്തിക്കുകയാണ്. വികാരത്തിന് അടിമപ്പെടുകയാണ്. നമ്മളൊരിക്കലും വികാരത്തിന് അടിമപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിച്ചാലും നാളെ നേരം പുലരും, സൂര്യനുദിക്കും, കാര്യങ്ങളെല്ലാം അതേപോലെ നടത്തും. നമ്മൾ ചിന്തിച്ച് തലയിൽ ആവശ്യമില്ലാതെ കാട് കയറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ അത് നമ്മളെ ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലും ഒക്കെ വഴി നടത്തുന്നത്. എനിക്കൊരു ഫോറസ്റ്റുകാരനായൊരു കൂട്ടുകാരനുണ്ട്. അയാൾ ഒരിക്കൽ പറഞ്ഞു, തേക്കും കാടുകൾക്ക് തേക്കിങ്ങനെ വളർന്നു വരുമ്പം അതിൻ്റെ ചുവട്ടിൽ ചപ്പ് കൂട്ടിയിട്ട് തീ കത്തിക്കുമെന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചത്, എരിഞ്ഞു പോവുകയല്ലേ? ആ എരിയാത്ത തടിക്ക് എരിവ് വരാത്ത രീതിയിൽ അവർ ചപ്പ് കത്തിക്കുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അതിനെ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ വാടി നിൽക്കുന്ന പോലെ തോന്നും. എന്നാൽ അത് വാട്ടമല്ല. നല്ല കാതലുണ്ടാകാൻ, നല്ല തടി വലിപ്പം വെക്കുവാൻ തീയിട്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ പോകുന്നത് ഉറപ്പുള്ള കാതലുള്ളതിലേക്കാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പം അനാവശ്യ ചിന്തകളെല്ലാം മാറിപ്പോകും. നമ്മുടെ ഒരു പ്രയാസത്തിന്, നമ്മുടെ ഒരു ബുദ്ധിമുട്ടിന് ഇതിലൂടെ ഞാൻ കടന്നു പോകേണ്ട വ്യക്തിയാണ്, ഇതെന്നെ വീണ്ടും സ്ട്രോങ് ആക്കാൻ പോവുകയാണെന്ന് നമ്മൾ ഉറച്ച് തീരുമാനിച്ച് ദൈവത്തോട്, ദൈവമേ നിൻ്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് കൂടിയിരിക്കും. നമ്മൾക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. ഡിപ്രഷനിൽ നിന്ന് കരകയറുവാനും കഴിയും. ഞാൻ പണ്ട് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാനിതെല്ലാം നിർത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഉടനെ തന്നെ എനിക്കിപ്പോൾ ലോട്ടറി അടിക്കും, ഞാനിപ്പം വലിയ രാജാവാകും എന്നൊക്കെ വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഉടനെ എനിക്ക് വീണ്ടും ഡിപ്രഷൻ. എന്നാൽ അതേസമയം ഞാൻ അതിൽ നിന്ന് കരകയറി, ഇതൊന്നുമല്ല, എന്തു വന്നാലും നടക്കട്ടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ, എൻ്റെ ചിന്താഗതികൾ വികാരത്തിന് അടിമപ്പെടാതെ ഞാൻ മുമ്പോട്ട് നീങ്ങിയപ്പോൾ എനിക്ക് വേണ്ടി ദൈവം പുതുവഴികൾ തുറന്നു. അതുകൊണ്ട് സുഹൃത്തെ, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. ഡിപ്രഷനൊക്കെ ചുമ്മാതെ